ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? എൻ്റെ വിഷു നന്നായിരുന്നു. കസിൻസും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ ഞങ്ങൾ ചെറുതായി സദ്യയൊക്കെ വെച്ച് വീട്ടിൽ തന്നെ ആഘോഷിച്ചു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും വീഡിയോസ് ഒരുപാടില്ലായിരുന്നു, കുറച്ച് തിരക്കില്ലായിരുന്നു. നമ്മൾ സദ്യയൊക്കെ വെക്കണതിൻ്റെ ആ ഒരു ഇച്ചിരി തിരക്കിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കുറച്ചൊരു ബിസി ഡേ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചുമ്മാ എനിക്കിന്ന് അധികം വർക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം വന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ്, റൊട്ടീൻ ചെക്കപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ബ്ലഡ് സാമ്പിൾസ് കൊടുക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി മേടിച്ചിരുന്നു. അപ്പോൾ അതിന് സാമ്പിൾസ് കൊടുക്കാനുള്ള പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം. ഞാനിവിടെ ദുബായ് അൽനാദെ 2-ലുള്ള സുലൈഖ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇവിടെ റുട്ടീൻ ചെക്കപ്സും അതുപോലെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസൊക്കെ ചെക്ക് ചെയ്യാൻ വരുന്നത് ഇവിടെ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തും കൂടെയാണ്, ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സാമ്പിൾ കൊടുക്കാനേ പോകുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കിവിടെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നേരെ നമ്മുടെ സാമ്പിൾ കൊടുക്കുന്ന ഏരിയയിൽ പോയിട്ട് കൊടുത്താൽ മതി. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, അത്ര തിരക്കൊന്നുമില്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം, മോർണിംഗ് ടൈം ആയതുകൊണ്ടായിരിക്കാം. ഈവനിംഗ് ഒക്കെ വരുമ്പോൾ കുറച്ച് തിരക്കുണ്ടാവാറുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി ഇന്ത്യൻസൊക്കെ പോകുന്ന ഒരു ഹോസ്പിറ്റൽസിനേക്കാളും കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ താഴെ പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യണമല്ലോ. എല്ലാവരുടെയും നടന്നു പോകുന്നവരുടെ ഒന്നും ഫേസ് കിട്ടേണ്ട വെച്ചിട്ടാട്ടോ ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെ, ഞാൻ സാമ്പിളൊക്കെ കൊടുക്കാനിരുന്നു. അങ്ങനെ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നിങ്ങളും ഇതുപോലെ ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ ചെയ്യുന്നത് നല്ല കേട്ടോ. എപ്പോഴും എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. തീരെ ഞാനൊക്കെ ഒട്ടും ചെയ്യാത്ത ഒരാളായിരുന്നു. അതിൻ്റെ ചെറിയ പണികളൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒന്ന് ഹെൽത്തൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഷോപ്പിംഗ് കൊണ്ടുണ്ട്. വലിയ കാര്യമായിട്ട് ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്യാറുമില്ല. എനിക്കങ്ങനെ ഭയങ്കര ഷോപ്പിങ്ങിനോടൊന്നും ക്രേസുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐക്യ വന്നേക്കാം കേട്ടോ. ദുബായിലുള്ള ഐക്യയിൽ വന്നേക്കാണ്. ഇവിടെ ഡേസോലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി, അതല്ലാതെ എൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് ഐക്യ തന്നെയായിരുന്നു. അപ്പോൾ അത് ഐക്യയിലേക്ക് നടക്കുവാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വരുന്നൊരു കടയാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഇത് ശരിക്കും ഒരു ഫേർണിച്ചർ ഷോപ്പാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹൈദരാബാദ് എവിടെയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മെയിൻ ഐറ്റം ഫേർണിച്ചേഴ്സാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ ഹോം അപ്ലയൻസസ് ഒക്കെ ഉണ്ടാവും, ചില സമയങ്ങളിൽ ഓഫേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വരാറ്. വലിയ ഫേർണിച്ചേഴ്സ് വാങ്ങാനല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. ചെറിയ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനാണ് വന്നിരിക്കുന്നത്. അല്ലാതെ വലിയ സാധനങ്ങളൊന്നും ഇപ്പോൾ മേടിക്കുന്നില്ല, അത് എനിക്കിപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെയും വീട്ടിലെ ഫേർണിച്ചേഴ്സ് കുറേയൊക്കെ, എല്ലാതും ഒന്നും ഇല്ലെങ്കിലും മെയിൻ ഫേർണിച്ചേഴ്സൊക്കെ ഐക്യയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്കെപ്പോഴും ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഷോപ്പും കൂടാണ് ഐക്യ. അതും നമ്മൾ ഇതുപോലെ ഓഫേഴ്സൊക്കെ നോക്കിയിട്ട് തന്നെയാണ് മാക്സിമം ഒക്കെ വാങ്ങിക്കാറ്. അത്രയും എമർജൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാറുള്ളൂ. ചിലപ്പോൾ വെറുതെ വന്ന് നോക്കിയൊക്കെ പോകും, പിന്നെയും വീണ്ടും വന്നിട്ടൊക്കെയാണ് മേടിക്കാറ്. അത് കണ്ടില്ലേ, ഇതുപോലത്തെ കബോർഡ്സും അതുപോലെ ബെഡ്, മാട്രസ്, അതുപോലെ സാധനങ്ങളൊക്കെ. പിന്നെ ഇത് ഈ കുഞ്ഞി ഇതുപോലത്തെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്കിഷ്ടമാണ്. ഇത് വന്ന് കാണാനും എനിക്കിഷ്ടമാണ്. ഇതുപോലെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ എനിക്കിഷ്ടമാണ്. ഒരുപാട് വിലയുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞ, ഞാനൊരു ഷോപ്പിംഗ് പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇതുപോലെ ഈ വിൻഡോ ഷോപ്പിംഗ് എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. വെറുതെ ചുമ്മാ നടന്ന് കാണാൻ എനിക്കിഷ്ടമാണ്. ഞാനിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നടക്കുമ്പോൾ ഇത് എല്ലാവരുടെയും ഫേസ് അതിനകത്ത് പെടുമായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ അത് അപ്ലോഡ് ചെയ്യുന്നത് അത്ര ശരിയായി എനിക്ക് തോന്നിയില്ല. അത് പല കംപ്ലയിൻസും ഉണ്ടാവാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ സ്ഥലത്തും ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറച്ചൊരു ഡിസ്കംഫേർട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങാൻ പോയ സാധനം എനിക്ക് കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഐക്യയുടെ ഒരു വ്ളോഗ് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ വ്ളോഗ് എപ്പോഴെങ്കിലും ആരെങ്കിലും കൂടെ പോകുമ്പോൾ ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ വാങ്ങിയ 1-2 സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ചെറിയ സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പോയത് അത്ര അങ്ങോട്ട് വേർത്തായില്ല. എന്നാൽ പോലും തിരിച്ച് വന്നപ്പോഴേക്കുണ്ടല്ലോ, തിരിച്ച് വരാറായപ്പോൾ തന്നെ ഇന്നിവിടെ മഴ നന്നായി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടില്ല. പക്ഷേ നല്ല ക്ലൗഡി ആയിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. മഴ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച പോയ സാധനങ്ങളൊന്നും ഞാൻ വിചാരിച്ച പോലത്തെ ഒരു പ്രൈസ് ഉണ്ടായിരുന്നില്ല, അവൈലബിളും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയപ്പോൾ ആവശ്യമുള്ള തന്നെയാണ്. എന്നാലും ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോയതല്ല വാങ്ങിക്കണം. ഇതുപോലത്തെ ഐസ്ക്രീം ബൗൾസ് എൻ്റെ അടുത്ത് എൻ്റെ പൊട്ടിപ്പോയായിരുന്നു 1-2 ഇവിടെ ഇതുപോലെ പിള്ളേർ കളിച്ചിട്ടൊക്കെ പൊട്ടിയായിരുന്നു. അപ്പോൾ അത് ഒരു വലിയ കുഴപ്പമില്ലാത്ത കണ്ടപ്പോൾ ഞാൻ മേടിച്ചു. അതുപോലെ തന്നെ ഇത് ഈ ബൗൾസ് കണ്ടു. ഈ ബൗൾസും എനിക്ക് ആവശ്യമുള്ള സാധനം തന്നെയായിരുന്നു. പക്ഷേ ഇതും ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ കളേഴ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ആ ഒരു 4 സെറ്റ് ഞാൻ മേടിച്ചായിരുന്നു. ഇത് വലിയ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു സാധനം തന്നെയായിട്ട് എനിക്ക് തോന്നി കേട്ടോ.
പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഐക്യ പോലത്തെ കടകളിൽ പോകുമ്പോൾ വാങ്ങിക്കുന്ന ഇതുപോലത്തെ ക്ലിപ്സും അതുപോലെ അങ്ങനെയുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കേട്ടോ. ക്യാൻഡിൽ പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ക്യാൻഡിൽ മേടിച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത കാരണം ഞാൻ വന്ന ഉടനെ കത്തിച്ച് നോക്കി. സെൻറ്റഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ സ്മെല്ലുണ്ടോയെന്ന് അറിയാൻ കത്തിച്ചാട്ടോ. അതുപോലെ പ്ലാനിലില്ലാത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കോറിഡോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കബോർഡും കൂടി ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. അത് നല്ലൊരു പ്രൈസിന്, വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസിന് കണ്ടപ്പോൾ ഞാൻ അതും കൂടെ ഓർഡർ ചെയ്തു. അതും ഒരു ആവശ്യമുള്ള സാധനമായിരുന്നു, പക്ഷേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അധികം വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ മഴ ഇങ്ങോട്ടും എത്തി. ഇതാ മഴയൊക്കെ ചാറി തുടങ്ങി, കണ്ടാലറിയാം കുറച്ചിങ്ങനെ നനഞ്ഞ് വരുന്നുണ്ട്. മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ആ മണ്ണിൻ്റെ ഒരു മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, നമുക്ക് വല്ലാത്തൊരു ഫീലാണത്. നാട്ടിലെ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വന്ന പോലെ. നാട്ടിലെ വീടിൻ്റെ ഉമ്മർത്തിരുന്ന മഴ കാണുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിൽ വരുമായിരുന്നു. അതുപോലെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മഴ വരുന്നതും മഴ പെയ്യുന്നതൊക്കെ, ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴുള്ള മഴയൊക്കെ ഉണ്ടല്ലോ, ആ മണ്ണിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര എന്താണെന്നറിയാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യൂല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ഇനി ചായയൊക്കെ കുടിച്ചൊന്ന് ബാൽക്കണിയിൽ ഇരിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, ആ ഒരു ലൈനാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. ഓൾറെഡി ചായക്ക് അഡിക്റ്റാണ് ഞങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ വന്നുള്ള കാര്യം പറയണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ വാങ്ങുന്ന കേൾക്കുന്നതായിരുന്നു, എത്ര മാത്രം എനിക്ക് കേൾക്കാണ്ടെന്ന് എനിക്കറിയില്ല. നാട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ അവിടെ ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റാത്ത ചൂടാന്ന് പറയണ കേൾക്കാം കേട്ടോ. ഒരു സെക്കൻഡ് പോലും നമുക്ക് ഫാനോ എ സി ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല, വേർത്ത് കുളിക്കുന്നു പറയും. ഭയങ്കര ഒരു ഡീഹൈഡ്രേഷനൊക്കെ ഫീൽ ചെയ്യുന്നു പറയും. ഇവിടെ ഇപ്പോൾ എന്തായാലും സമ്മർ തുടങ്ങിയെങ്കിലും മഴ വരുന്നുണ്ട്. ഈ വർഷം യു എയിൽ തിരക്കേടില്ലാത്ത രീതിയിൽ മഴ കിട്ടി കേട്ടോ. ക്ലൗഡ് സീഡിങ് വഴിയായാലും ഒരുപാട് തവണ മഴ പെയ്തു. എനിക്ക് ഈ വെതർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര മഴ എന്നല്ല, പക്ഷേ ഇങ്ങനെ മഴയൊക്കെ ചെറിയ മഴയായിട്ട് മഴക്കാരായിട്ട് ഇരുണ്ട് കൂടി നിൽക്കുന്ന ആ ഒരു വെതർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു സന്തോഷമൊക്കെയാണ്. അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിന് പോകാനും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും അനൂപിനും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെപ്പോഴും ഒരു മഴ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇറങ്ങും വണ്ടി എടുത്തിട്ട്. മഴ ഒന്നും കൂടിയൊക്കെ ഒന്ന് പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇന്നും ഒന്ന് പോകണമെന്നുണ്ട്. വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് വരുള്ളൂ, എന്തെങ്കിലും ചായയൊക്കെ കുടിച്ചിട്ട് വരും, അത്രേ ഉള്ളൂ കേട്ടോ. ചായ നമ്മുടെ മെയിനാണല്ലോ. ആ മഴയൊക്കെ ആയതുകൊണ്ട് ചായയൊക്കെ വെച്ച് ഞങ്ങൾ ഫാമിലി ടൈം ഇവിടെ തുടങ്ങിയേക്കാണല്ലോ. ഞാനും അനൂപും ഓൾമോസ്റ്റ് സെയിം ടൈമിലെത്തി. അനൂപിനെ കൊണ്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരിക്കട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ വിഷുക്കണിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വിഷുവിന് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ മാത്രമുള്ള വീഡിയോസ് കയ്യിലില്ല. അതുകൊണ്ടാട്ടോ. ഇതാണ് എൻ്റെ വിഷുവിന് ഞാൻ വെച്ച കണി. ഈ വിഷുക്കണി ഒരുക്കുകയും അതിനുള്ള സാധനങ്ങൾ വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യൂലേ. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനും, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാതും എനിക്ക് ആഘോഷിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. വിഷു എന്നല്ല, ക്രിസ്മസ് ആയാലും ഈദായാലും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഷോർട്ട് ലൈഫല്ലേ, ചെറിയ ജീവിതമല്ലേ ഉള്ളൂ. അത് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാം, എല്ലാം സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ തന്നെ എല്ലാം സെലിബ്രേറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് പീസ്ഫുള്ളായി പോസിറ്റീവായി തന്നെ ഇരിക്കും കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.